നമസ്കാരം. ദേശാഭിമാനി പത്രം ഇന്ന് തുറന്നു നോക്കിയ കനകോലു ആദ്യം ഒന്ന് സന്തോഷിച്ച് കാണുമെങ്കിലും പിന്നീട് ചങ്ക് തല്ലി കരഞ്ഞു കാണും, ഉറപ്പാണ്. കാരണം ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഈ നാട്ടിലെ UDF-കാരെ മുഴുവൻ സങ്കടപ്പെടുത്തുന്ന, ഈ നാട്ടിലെ BJP-കാരെ മുഴുവൻ കരയിപ്പിക്കുന്ന പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ക്രീനിൽ കാണാം. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജാണ്. UDF-ന്റെ ഇരുണ്ട കാലത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒപ്പം പിണറായി വിജയന്റെ കാലഘട്ടത്തെ പറ്റിയുള്ള വളരെ വിശദമായിട്ടുള്ള ആ മാറ്റങ്ങളെ പറ്റിയുമൊക്കെ എന്തായാലും പത്രം കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിയിൽ മാത്രമല്ല, ദ ഹിന്ദു തുടങ്ങി പല ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ ഈ വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. എന്തായാലും കനകോലു പണി പാളിയോലോ കോലു എന്ന് പറയാതെ വയ്യ. ആദ്യം തന്നെ നമുക്ക് ആ ഫ്രണ്ട് പേജിലെ വാർത്തകളൊക്കെ നോക്കാം. ഇരുണ്ട കാലഘട്ടവും ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പിണറായി വിജയന്റെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ വാർത്ത എങ്ങനെയാണ്? ആനവണ്ടികൾ കട്ടപ്പുറത്ത്, പൂട്ടലിന്റെ വക്കിൽ KSRTC, മാസം 124 കോടിയോളം രൂപ നഷ്ടം. KSRTC തനിയെ നിന്നുപോകും വകുപ്പ് മന്ത്രി. ഒരു നിലയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി. ഇതാണ് ആദ്യത്തെ വാർത്തയായിട്ടും കാണാൻ സാധിക്കുന്നത്. കെടുകാര്യസ്ഥതയും ധൂർത്തും നടത്തിപ്പിലെ പാളിച്ചകളും കൊണ്ട് ഏതു നിമിഷവും പൂട്ടിപ്പോകാവുന്ന അവസ്ഥയിലാണ് പാവപ്പെട്ടവരുടെ യാത്രാമാർഗമായ KSRTC. അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്കാണ് അനുദിനം കോർപ്പറേഷൻ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വാർത്തയിൽ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ വാർത്തയായിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് കാണാൻ സാധിക്കുന്നത്. കുട്ടികൾ എവിടെ പോയി പഠിക്കും? 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. സംസ്ഥാനത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ആശ്രയമായ പൊതുവിദ്യാലയങ്ങളിൽ 40% അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ആദായകരമല്ലാത്ത പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം 5137 ഉയർന്നു. ഈ സർക്കാർ വന്ന ശേഷം 1201 സ്കൂളുകളാണ് ഈ പട്ടികയിലേക്ക് പുതുതായി വന്നത്. 3 വർഷത്തിനിടെ 500ഓളം അൺഎയ്ഡഡ് CBSE സ്കൂളുകൾക്കും സംസ്ഥാന സിലബസ് പിന്തുടരുന്ന 2500ഓളം അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അംഗീകാരം നൽകിയതോടെയാണ് ഇത്രയേറെ പൊതുവിദ്യാലയങ്ങൾ നഷ്ടപ്പട്ടികയിൽ ഇടം പിടിച്ചത് എന്നൊരു വാർത്ത കൂടി നമുക്ക് ഇരുണ്ട കാലഘട്ടത്തിൻ്റെതായി കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു ഒരു വാർത്തയും സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കൊല്ലം പാതി കഴിഞ്ഞു, പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ എന്നതാണ് ഹെഡ്ലൈൻ. പരീക്ഷയേക്കാൾ വലിയൊരു പരീക്ഷണമാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത്. പാഠപുസ്തകം കാണാൻ പോലും കിട്ടാതെയാണ് വിദ്യാർത്ഥികൾ ഏറെ പേരും അർദ്ധവാർഷിക പരീക്ഷ എഴുതിയത്. അധ്യയന വർഷം തീരാൻ 3 മാസം മാത്രം ശേഷിക്കെ പുതുതായി വന്നതും അല്ലാത്തതുമായ പാഠപുസ്തകങ്ങൾ ഏറെയും പല സ്കൂളുകളിലും എത്തിയിട്ടില്ല എന്നതാണ് വാർത്ത. മന്ത്രിയുടെ ഒരു വിശദീകരണം ഓതി കാണാം. കളർ ആയതുകൊണ്ട് വൈകി എന്ന് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്ന ഒരു പ്രതികരണം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എങ്ങനെയാണ്? കേരളം ഇനി ഇരുട്ടിൽ, ഇന്നു മുതൽ 1 മണിക്കൂർ ലോഡ് ഷെഡിംഗ്. രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം വൈദ്യുതി മുടങ്ങും. വ്യവസായത്തിന് 25% പവർ കട്ട് എന്നുള്ളതാണ് ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് 1 മണിക്കൂർ ലോഡ് ഷെഡിംഗ് മന്ത്രിസഭ പ്രഖ്യാപിച്ചു. രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതമാണ് നിയന്ത്രണം എന്നുള്ള കാര്യം കൂടി അതിൽ കാണാൻ സാധിക്കും. മറ്റൊരു വാർത്ത എങ്ങനെയാണ്? ഖജനാവ് കാലി, നിത്യചെലവിന് കൈനീട്ടണം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനം ട്രഷറി കാലി. ഖജനാവ് കാലിയായതോടെ നിത്യചെലവിന് കൈനീട്ടേണ്ട ഗതികേടിലാണ് സംസ്ഥാന സർക്കാർ. ചെലവുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും അതൊന്നും ഖജനാവിനെ കാത്തില്ല. സാമ്പത്തിക വർഷത്തിന്റെ അവസാന നാളിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാത്ത നിലയിലാണ് സംസ്ഥാനം എന്നുള്ളതാണ് വാർത്ത. ഇന്ധനം അടിക്കാൻ വകയില്ലാതെ പോലീസ് വാഹനങ്ങൾ പെരുവഴിയിലായി എന്നുകൂടി അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത ഇങ്ങനെയാണ്. ഓണത്തിനും ക്ഷേമമില്ല. പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം. മുടങ്ങിയത് 2014 നവംബർ മുതലുള്ള പെൻഷനുകൾ. ഉമ്മൻചാണ്ടി കാലത്തെ പറ്റി ഉള്ള വാർത്തയിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. 18 മാസത്തെ പെൻഷനുകൾ കുടിശ്ശികയാണ്. 2014 നവംബർ മുതൽ 2016 മെയ് മാസം വരെയുള്ള സാമൂഹ്യ ക്ഷേമ പെൻഷൻ തുകകളാണ് മുടങ്ങിയത്. ഇതോടെ വയോധികരും കർഷക തൊഴിലാളികളും അടക്കം 25 ലക്ഷത്തോളം ജനങ്ങൾ വറുതിയിലായ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്, ആ ഇരുണ്ട കാലത്ത് ഈ ക്ഷേമ പെൻഷനൊക്കെ വെറും 24 ലക്ഷം ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നുള്ളൂ. അതും കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. 18 മാസം കുടിശ്ശിക വരുത്തിയിട്ടാണ് ആ സർക്കാർ ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വാർത്ത എങ്ങനെയാണ്? എങ്ങുമെത്താതെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. ഭൂ ഉടമകളുടെ സമ്മതപത്രം വാങ്ങാനാകാത്തതും പ്രതിഷേധം തണുപ്പിക്കാനാകാത്തതും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് തടസ്സമാകുന്നു എന്നുള്ളൊരു വാർത്ത കാണാൻ സാധിക്കുന്നു. മറ്റൊരു വാർത്ത, സ്ഥലമെടുപ്പ് നടന്നില്ല, ദേശീയപാത വികസനം മതിയാക്കിയ അതോറിറ്റി. 45 മീറ്റർ ദേശീയപാത കേരളത്തിൽ സാധ്യമല്ല. അങ്ങനെ ആവശ്യപ്പെട്ടാൽ 15 വർഷം കഴിഞ്ഞാലും ദേശീയപാത വികസനം പൂർത്തിയാകില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞൊരു കാര്യം കൂടി ആ വാർത്തയിൽ കാണാം. ടാറിനും കുടിശ്ശിക, റോഡ് പണി നിലച്ചു. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി സമസ്ത മേഖലകളെയും വ്യാപിച്ചു തുടങ്ങി. ടാർ വാങ്ങിയ വകയിലുള്ള കുടിശ്ശിക തീർക്കാതായതോടെ റോഡ് പണിയും അറ്റകുറ്റപ്പണിയും നിലച്ചു. ടാർ വാങ്ങിയതിന് കൊച്ചിൻ റിഫൈനറിക്ക് 100 കോടി രൂപയാണ് സർക്കാർ കൊടുക്കാനുള്ളത് എന്നുള്ള വാർത്ത കൂടി അതിൽ കാണാം. മറ്റൊരു വാർത്ത,
വില കുതിക്കുന്നു, നോക്കുകുത്തിയായി സിവിൽ സപ്ലൈസ്. ഒരു വർഷത്തിനിടെ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കൂട്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്നൊരു വാർത്ത അതിൽ കാണാം. മറ്റൊരു വാർത്ത, മരുന്നില്ലാതെ ആശുപത്രികൾ. പകർച്ചവ്യാധികളുടെയും പലതരം പനികളുടെയും കാലമായ മഴക്കാലം ഇങ്ങെത്തി, എന്നിട്ടും സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വാർത്ത. മറ്റൊരു വാർത്ത, ഇടമൺ കൊച്ചി ട്രാൻസ്മിഷൻ ലൈൻ അനിശ്ചിതത്വത്തിൽ. സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കുന്നതിന് ലക്ഷ്യമിട്ട 400 kV ഇടമൺ കൊച്ചി ട്രാൻസ്മിഷൻ ലൈനിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ എന്ന വാർത്ത നമുക്കിതിൽ കാണാം. മറ്റൊരു അവസാന വാർത്ത ഇങ്ങനെയാണ്, ശമ്പളം നൽകാൻ LICയിൽ നിന്ന് കടമെടുക്കാൻ സർക്കാർ. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാൻ സംസ്ഥാന സർക്കാർ ഉയർന്ന പലിശയ്ക്ക് കടമെടുക്കുന്നു എന്നുള്ളതാണ് ഇരുണ്ട കാലഘട്ടത്തെ പറ്റിയുള്ള വാർത്തയുടെ അവസാനത്തെ വാർത്ത. ഇനി നമുക്ക് ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന്, UDF കാലഘട്ടത്തിൽ നിന്ന്, ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ നിന്ന് പിണറായി വിജയന്റെ കാലഘട്ടത്തിലേക്ക് പോകാം. നമ്മൾ പതിയൊന്ന് പേജ് മറക്കുകയാണ്. ഈ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലഘട്ടമാണ്. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നോക്കാം. ആദ്യം തന്നെ KSRTCയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. തലക്കെട്ട് ഇങ്ങനെയാണ്, ഉല്ലാസവേദിയായി ആനവണ്ടി, ലാഭത്തിലേറി KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്ത്. ഡിസംബർ 1 വരുമാനം 9.72 കോടി, എല്ലാ ഡിപ്പോകളും ലാഭത്തിൽ. ഗണേഷ് കുമാറിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശുചിമുറികളുള്ള ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഉടൻ എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10 വർഷം മുമ്പ് അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ച KSRTC ലാഭത്തിലേറി സംസ്ഥാനത്തെ നിരത്തുകളിൽ തിരിച്ചെഴുന്നള്ളത്ത് നടത്തുകയാണ് എന്ന കാര്യം കൂടി വാർത്തയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. രണ്ടാമത്തെ വാർത്ത സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. പുതുശോഭയിൽ പൊതുവിദ്യാഭ്യാസം. 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി. അതായത് ഇരുണ്ട കാലഘട്ടത്തിൽ സ്കൂളുകൾ അടയ്ക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടിരുന്നതെങ്കിൽ ഇവിടെ അടച്ച പള്ളിക്കൂടങ്ങൾ പിണറായി വിജയൻ തുറക്കുകയാണ്. എല്ലാ വാർത്തയുടെയും കുറച്ചു ഭാഗം ഞാൻ വായിച്ചു പോകാം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയെന്ന സർക്കാരിന്റെ ലക്ഷ്യം വിജയം കാണുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ രാജ്യത്ത് തന്നെ ഒന്നാമതാണെന്ന് പറഞ്ഞു വെക്കുന്നു. മറ്റൊരു വാർത്ത എങ്ങനെയാണ്, ചരിത്രത്തിൽ ആദ്യം പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുമ്പേ. ഫോട്ടോസ്റ്റാറ്റ് ഇനി വേണ്ട എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ തുറക്കും മുമ്പേ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്ത് സർക്കാർ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 13 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു എന്ന വാർത്ത അതിൽ കാണാം. മറ്റൊരു പിണറായി കാലത്തെ പറ്റി കൊടുത്തിട്ടുള്ളത്, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, കേരളത്തിൽ വെളിച്ച വിപ്ലവം എന്നുള്ളതാണ് തലക്കെട്ട്. ആഭ്യന്തര ഉൽപാദനത്തിൽ റെക്കോർഡ്, KCB ഏറ്റവും ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനം. 2030 ആഭ്യന്തര ഉൽപാദനം 10,000 മെഗാവാട്ട് ആകും എന്ന് കൊടുത്തിരിക്കുന്നു. അതിലൊരു സന്തോഷത്തോടെ വെളിച്ചത്തിന് മുമ്പിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോഡ് ഷെഡിങ് കേട്ടുകേൾവി പോലുമല്ലാത്ത കേരളത്തിൽ ആഭ്യന്തര വൈദ്യുതോൽപാദനത്തിൽ അത്ഭുതപൂർവമായ വർധന. 9 വർഷത്തിനിടെ 2046.16 മെഗാവാട്ട് ശേഷിയാണ് വൈദ്യുതി മേഖലയിൽ വർദ്ധിച്ചതെന്ന് KCB വ്യക്തമാക്കി എന്നുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. പവർ കട്ട് എന്താണെന്ന് ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാൽ അവര് അതെന്താ സാധനം എന്ന് ചോദിക്കും. നമുക്കൊക്കെ നല്ല അനുഭവമുണ്ട് അല്ലെ. ഇനി അടുത്ത വാർത്ത, ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കി സർക്കാർ. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ചു എന്നുള്ളതാണ് തലക്കെട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ച് ധനമന്ത്രി എന്നുള്ളതാണ് ആ വാർത്തയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്ത, ഏറെ സന്തോഷം പകരുന്ന മറ്റൊരു വാർത്ത, 2000 രൂപ വീതം 62 ലക്ഷം പേർക്ക് മുടങ്ങാതെ പെൻഷൻ, കൈനിറയെ ക്ഷേമം. സർക്കാർ ഇതുവരെ നൽകിയത് 49,433.83 കോടി രൂപ എന്നുള്ളതാണ് വാർത്ത. സംസ്ഥാനത്തെ ദശലക്ഷക്കണക്കിന് നിരാലംബർക്ക് അത്താണിയായി സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ പെൻഷനെ പറ്റി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 18 മാസം കുടിശ്ശികയൊക്കെ വരുത്തിയാണ് ഇറങ്ങിപ്പോയത്. വെറും 24 ലക്ഷം ആളുകൾക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് പിണറായി വിജയൻ 62 ലക്ഷം ആളുകൾക്ക് ഒരു മുടക്കമില്ലാതെ എത്ര രൂപയാണ്, 2000 രൂപ വെച്ച് കൊടുക്കുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. പാവങ്ങളുടെ സർക്കാരാണ് എന്ന് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയും. ഇനി റോഡുകൾ ഹൈടെക്, ചെലവഴിച്ചത് 35,000 കോടി. പണ്ട് ടാറിന് പൈസ കൊടുക്കാത്തതുകൊണ്ട് ആകെ റോഡ് പണിയൊക്കെ നിലച്ചു നിന്ന കാലഘട്ടമായിരുന്നു ഇരുണ്ട കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചെങ്കിൽ ഇവിടെ കാണാം, രണ്ടാം പിണറായി സർക്കാർ ആദ്യ 4.5 വർഷത്തിനുള്ളിൽ പൊതുമരാമത്ത് റോഡുകളുടെ വികസനത്തിന് ചെലവഴിച്ചത് 35,000 കോടി രൂപ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു വാർത്ത ഇതാണ്, ഏറ്റവും കൂടുതൽ ചെലവഴിച്ച സംസ്ഥാനം കേരളം, ദേശീയപാത വികസനം പൂർണ്ണതയിലേക്ക്. ഈ സർക്കാർ ചെയ്യാൻ കഴിയുന്നതേ പറയൂ, പറഞ്ഞാൽ അതെന്തായാലും ചെയ്തിരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിന്റെ വികസന കുതിപ്പുകൾക്ക് പുതുവേഗം നൽകി ദേശീയപാത വികസനം സംസ്ഥാനത്ത് പൂർത്തിയാകുന്നു എന്നതാണ് ആ വാർത്തയിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്ത, വികസനത്തിന് ഇന്ധനമായി ഗെയിലൊക്കെ അറിയാലോ ഇവിടെ നിലച്ചതായിരുന്നു. പക്ഷെ
പതിറ്റാണ്ടിലേറെക്കാലം മുടങ്ങിക്കിടന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പുനരുജ്ജീവിപ്പിച്ച് പിണറായി സർക്കാരിന്റെ വികസന മുഖത്തിന് മറ്റൊരു ഉദാഹരണമായി എന്നാണ് ആ വാർത്തയിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്ത, പൊതുവിതരണം സ്മാർട്ടായി, പാലും പലചരക്കുമടക്കം റേഷൻ കടയിൽ. സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം ആധുനികവൽക്കരിക്കാൻ വിഷൻ 2031 പദ്ധതിയുമായി സർക്കാർ. റേഷൻ കടകളെ സ്മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയാക്കി മാറ്റുന്ന രീതിയിലാണ് പദ്ധതി. പാചകവാതകം, സ്റ്റേഷനറി എന്നിവയുൾപ്പെടെ വിവിധമാർന്ന ഉൽപ്പന്നങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന വിധത്തിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാക്കി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകളാണ് സർക്കാർ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാർത്ത. മറ്റൊരു വാർത്ത, ആരോഗ്യ മേഖല ഫെബ്രുവരിയിൽ 2789 കോടിയുടെ പദ്ധതികൾ എന്നത് ഒരു വാർത്തയായി കാണാം. മറ്റൊരു വാർത്ത, കേരളത്തിൽ സൂപ്പർ പവർ ഹൈവേ, അതായത് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ് കേരളത്തിന്റെ പവർ ഹൈവേ എന്നറിയപ്പെടുന്ന ഇടമൺ കൊച്ചി 400 kV ട്രാൻസ്മിഷൻ ലൈൻ. അതിനെപ്പറ്റി ഒരു വാർത്ത കാണാം. അവസാന വാർത്തയായിട്ട് നമുക്ക് കാണാം, ശമ്പളവും ക്ഷേമവും മുടങ്ങാതെ കേരളം. അതായത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും എല്ലാം ക്ഷേമ പെൻഷൻ അടക്കം ശമ്പളം അടക്കം കൊടുത്തു തീർത്ത ഒരു സർക്കാരിനെ പറ്റിയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പിണറായി വിജയന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴുള്ള മാറ്റങ്ങൾ. എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാ പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും എന്റെ കനകോലു എങ്ങനെ പിടിച്ചു കൂടെ ഈ ഇലക്ഷന് നമ്മള് ഗീബൽസെ തന്ത്രമൊക്കെ പയറ്റി നമ്മുടെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ യോഗിയുടെ നാടല്ലപ്പാ. അത് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി മനസ്സിലായിക്കോളൂ. ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.